വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിച്ച മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ. അപ്പോൾ എനിവേ നമ്മുടെ മക്കളെ എല്ലാവരും ഫുൾ സെറ്റായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് മക്കളെ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്? ഇതാണ് നമുക്കിവിടെ ഈ ഒരു പിന്ന് വെച്ചിട്ടൊരു അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്വിച്ച്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെല്ല്, അതുപോലെ ഇതാണ് നമ്മുടെ ബൾബ്. ബൾബ് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിൽ തന്നെയാണ്, അതായത് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിലാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. സ്വിച്ച് ഓൺ ആണെങ്കിൽ, ഇൻ കേസ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ സ്വിച്ചിൻ്റെത് ഇതാണ്. ഇനി അടുത്തത് നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്ന പരിപാടി. ഓക്കെ, ബൾബ് ഗ്ലോ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഇങ്ങനെ ഒരു ആരോ മാർക്ക് നമ്മൾ ഇടുക എന്നത് നിർബന്ധമാണ്. ഇനി അടുത്തത് നമ്മുടെ സെല്ലാണ്. അപ്പം സെല്ലിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെല്ലാണ്, ബാറ്ററി അല്ല. ഇൻ കേസ് അവിടെ നമ്മൾ രണ്ട് സെല്ലുണ്ടെന്ന് വിചാരിച്ചു, ഒന്നിലധികം സെല്ലുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ബാറ്ററി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം സെല്ലുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഏതൊക്കെ സിമ്പിളാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെ സിമ്പിളായിരുന്നു? യെസ്, ഇവിടെ ഇതാ നമുക്ക് സെല്ലിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ബൾബിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്വിച്ച് ഓൺ കണ്ടീഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതാ ഒരു സർക്യൂട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മാർക്ക് ടി ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആൻഡ് എഫ് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് false. First question, to make a battery of a two cell, the negative terminal of one cell is connected to negative terminal of other cell. അതായത് രണ്ട് സെല്ലുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ നെഗറ്റീവും മറ്റേ സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഇതെന്താണ് മക്കളെ? തെറ്റാണ് അല്ലേ? കാരണം എന്താണ്? ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടായിരിക്കണം കണക്ട് ചെയ്യുന്നത്. ഒരു സെല്ലിൻ്റെ നെഗറ്റീവും ഒരു സെല്ലിൻ്റെ നെഗറ്റീവും കൂടി കണക്ട് ചെയ്താൽ അവിടെ പ്രോപ്പറായിട്ട് ഈ പറയുന്ന ചാർജിൻ്റെ ഫ്ലോ നടക്കത്തില്ല. അപ്പോൾ ഇത് തെറ്റാണ്. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ ഫ്യൂസ് എക്സീഡ് എ സർട്ടൻ ലിമിറ്റ്, ഫ്യൂസ് വയർ മെൽറ്റ് ആൻഡ് ബ്രേക്ക്. അതായത് ഒരു ഫ്യൂസ് വയറിലൂടെ അതിന് താങ്ങാൻ പറ്റുന്നതിലധികം കറണ്ട് പോയാൽ അത് സ്വാഭാവികമായും മെൽറ്റ് ആവുകയും ബ്രേക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ് മക്കളെ? ട്രൂ ആണ്, അത് ശരിയാണ്. An electromagnet does not attract a piece of iron. യെസ്, അതായത് പീസ് ഓഫ് അയൺ, ഒരു ചെറിയ ഒരു അയണിൻ്റെ പീസിനെ ഇലക്ട്രോ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് നമുക്കൊരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഒരു അയണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മക്കളെ? തെറ്റാണ്. ഞാൻ ഇലക്ട്രിക് ബെൽ ഹാസ് എ ഇലക്ട്രോ മാഗ്നറ്റ്, അതെന്താണ് മക്കളെ? ശരിയാണ്. അവൻ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഗർ ഷോ 4 cell fixed on a board. Draw the lines to indicate how you will connect the terminal with wire to make a battery of 4 cell. അതായത് ഇവിടെ നിങ്ങൾക്ക് 4 സെല്ല് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ 4 സെല്ലിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ബാറ്ററിയാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ബാറ്ററി ആക്കുന്നത് എങ്ങനെയാണ്? ഒന്നിലധികം സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് ബാറ്ററി ഉണ്ടാവുന്നത്. ആ സെല്ലുകൾ എങ്ങനെയാണ് കൂടി ചേർക്കേണ്ടത്? ഒന്നിൻ്റെ പോസിറ്റീവും അടുത്തതിൻ്റെ നെഗറ്റീവും, അങ്ങനെ വേണം നമ്മൾ ആ ഒരു പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇതാ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇതാ പോസിറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തു. പിന്നെ ഇതാ ഇവിടെ പോസിറ്റീവ്, ഇതാ നെഗറ്റീവ് കണക്ട് ചെയ്തു. ഇങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം നമ്മൾ ആ ഒരു 4 സെല്ലിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് സെറ്റ് ആക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിൽ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ ഫുൾ മാർക്ക് നേടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.